Dear HSA aspirants, welcome back to TOS Academy. TOS അക്കാഡമിയുടെ HSA നാച്ചുറൽ സയൻസ് സുവോളജി പാർട്ടിൽ നിന്ന് ഡിഫിക്കൽട്ട് ആയിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിന്റെ സെക്കൻഡ് വീഡിയോ ആണിത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മൊഡ്യൂൾ 3 സെൽ ബയോളജി പാർട്ടാണ്. സെൽ ബയോളജിയിലെ സെൽ ഓർഗനൽ ആയിട്ടുള്ള റൈബോസോം ബേസ്ഡ് ആയിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സസ്തനികളിലെ റൈബോസോമിലെ സിസ്റ്റിയസ് സബ് യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സിസ്റ്റിയസ് സബ് യൂണിറ്റിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരു ഡിഗ്രി ലെവൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ റൈബോസോമിനെ കുറിച്ച് പഠിച്ചാൽ മാത്രം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പായി റൈബോസോമിനെ പറ്റിയിട്ടും സബ് യൂണിറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ഘടകങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഫസ്റ്റ്ലി തന്നെ റൈബോസോമിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. റൈബോസോം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് സബ് യൂണിറ്റ്സ് വെച്ചിട്ടാണ്. ഒരു ലാർജർ സബ് യൂണിറ്റും ഒരു സ്മോളർ സബ് യൂണിറ്റും വെച്ചിട്ടാണ് റൈബോസോം നിർമ്മിച്ചിരിക്കുന്നത്. ബോത്ത് പ്രോക്യാരിയോട്സിലും യൂക്യാരിയോട്സിലും കാണുന്ന ഒരു കോശാംഗമാണ് റൈബോസോം. റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. മാംസ്യങ്ങളുടെ നിർമ്മാണമാണ് റൈബോസോമിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കോശത്തിലെ പ്രോട്ടീൻ ഫാക്ടറി മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നാണ് റൈബോസോമുകൾ അറിയപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകതയുണ്ട്, റൈബോസോമാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽ. ഏറ്റവും ചെറിയ കോശാംഗമാണ് റൈബോസോം. അതുപോലെ ഇതിന് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ അല്ല. റൈബോസോം ഒരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ അല്ല. കോശത്തിലെ സ്തരമില്ലാത്ത കോശാംഗമാണ് റൈബോസോം. റൈബോസോം കണ്ടെത്തിയത് ജോർജ് എമിൽ പാലേഡ് ആണ്. അതുപോലെ തന്നെ റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ് RNAയും പ്രോട്ടീനുകളും വെച്ചാണ്. RNAയും പ്രോട്ടീനുകളും കൊണ്ടാണ് റൈബോസോം നിർമ്മിച്ചിരിക്കുന്നത്. പ്രോക്യാരിയോട്ടിക് സെല്ലിലും യൂക്യാരിയോട്ടിക് സെല്ലിലും കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് റൈബോസോം. യൂക്യാരിയോട്ടിക് റൈബോസോമുകൾ ATS വിഭാഗത്തിൽ പെടുന്നവയാണ്. എസ് എന്നുള്ളത് സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റ് ആണ്. ദെൻ യൂക്യാരിയോട്ടിക് റൈബോസോമുകൾ ATS വിഭാഗത്തിൽ പെടുന്നവയാണ്. പ്രോക്യാരിയോട്ടിക് റൈബോസോമുകൾ 70S വിഭാഗത്തിൽ പെടുന്നവയാണ്. ഓരോ റൈബോസോമിനും ചെറുതും വലുതുമായിട്ടുള്ള രണ്ട് ഉപയൂണിറ്റുകൾ സബ് യൂണിറ്റുകൾ കാണപ്പെടുന്നുണ്ട്. ATS റൈബോസോമിന്റെ ഉപയൂണിറ്റുകൾ എന്നുള്ളത് 60Sഉം 40Sഉം ആണ്. നമ്മൾ ഇനി ഇതിന്റെ ഡിവിഷനിലേക്ക് പോകും. അതിനു മുമ്പായി ഏറ്റവും ബേസിക് ആയിട്ട് അറിയുക, യൂക്യാരിയോട്ടിക് റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്നത് 60S ആൻഡ് 40S സബ് യൂണിറ്റ്സ് വെച്ചിട്ടാണ്. ATS റൈബോസോം ആണ് യൂക്യാരിയോട്സിൽ കാണപ്പെടുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് 60S ആൻഡ് 40S വെച്ചിട്ടാണ്. ദെൻ പ്രോക്യാരിയോട്ടിന്റെ റൈബോസോംസ് 70S വിഭാഗത്തിൽ പെടുന്നവയാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് 50S ആൻഡ് 30S ഉപയൂണിറ്റുകൾ വെച്ചിട്ടാണ്. 70S റൈബോസോമുകളുടെ ഉപയൂണിറ്റുകളാണ് 50Sഉം 30Sഉം. S അഥവാ സെഡ്ബർഗ് യൂണിറ്റ് സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് സാന്ദ്രതയുടെയും വലിപ്പത്തിന്റെയും തോതാണ് കാണിക്കുന്നത്. യൂക്യാരിയോട്സിലും പ്രോക്യാരിയോട്സിലും ഈ ഒരു ലാർജർ സബ് യൂണിറ്റും സ്മോളർ സബ് യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് RNAയും പ്രോട്ടീൻസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സ്ലൈഡിലെ കണ്ടന്റ് പഠിക്കുക തന്നെ വേണം. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്കൊരു ഫോക്കസ് ഈ ഒരു ഏരിയയിലേക്കും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് പ്രോക്യാരിയോട്ടിലെ സ്മോൾ സബ് യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അഥവാ 30S സബ് യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ വെച്ചിട്ടാണെന്ന് പഠിക്കാം. 16S rRNAയും 21 പ്രോട്ടീൻസും വെച്ചിട്ടാണ് പ്രോക്യാരിയോട്സിലെ 30S സബ് യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രോക്യാരിയോട്ടിലെ സ്മോളർ സബ് യൂണിറ്റ് ആയിട്ടുള്ള 30S സബ് യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് 16S rRNAയും 21 പ്രോട്ടീൻസും വെച്ചിട്ടാണ്. ലാർജർ സബ് യൂണിറ്റ് പ്രോക്യാരിയോട്ടിലെ ലാർജർ സബ് യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അഥവാ 50S സബ് യൂണിറ്റിൽ ഉള്ളവയാണ് 23S rRNAയും 5S rRNAയും 34 പ്രോട്ടീൻസും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ദെൻ ഇനി നമുക്ക് യൂക്യാരിയോട്ടിലെ നമുക്കറിയാം യൂക്യാരിയോട്ടിലെ സ്മോളർ സബ് യൂണിറ്റ് 40S സബ് യൂണിറ്റും ലാർജർ സബ് യൂണിറ്റ് എന്നുള്ളത് 60S സബ് യൂണിറ്റും ആണ്. അപ്പോൾ ഈ ഒരു 40S സബ് യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് 18S rRNAയും 33 പ്രോട്ടീൻസും വെച്ചിട്ടാണ്. 60S സബ് യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് 28S rRNAയും 5.8S rRNAയും 5S rRNAയും 50 പ്രോട്ടീൻസും വെച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെയാണ് 40
സിസ്റ്റിയസ്. ഓക്കെ, ഇത് രണ്ടെണ്ണം കൂടെ ATS യൂക്യാരിയോട്ടിൽ വരുന്നതും അതുപോലെ പ്രോക്യാരിയോട്ടിൽ 70S കംപ്ലീറ്റ് റൈബോസോം വരുന്നതും. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഫുള്ളി ഈ ഒരു ഏരിയ ബേസ്ഡ് ആയിട്ടാണ്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി പോകാം. സസ്തനികളിലെ റൈബോസോമിന്റെ സിസ്റ്റിയസ് സബ് യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സസ്തനികൾ എന്ന് പറയുമ്പോൾ തന്നെ യൂക്യാരിയോട്സ് ആണെന്നുള്ള കാര്യം ഓർക്കുക. യൂക്യാരിയോട്സിലെ റൈബോസോമിലെ സിസ്റ്റിയസ് സബ് യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് 4 കമ്പോണൻസ് വെച്ചിട്ടാണെന്ന് നമുക്ക് ഓർത്തിരിക്കാം. അതിൽ ഇവിടെ തന്നെ ചെക്ക് ചെയ്യുക 4 എണ്ണം ഉള്ളത് ഏതാണ്. ഇപ്പോൾ 28S rRNAയും 5.8S rRNAയും 5S rRNAയും then 49 റൈബോസോമൽ പ്രോട്ടീൻസും ചേർന്നിട്ടാണ്. ഇവിടെ നമുക്ക് 50 പ്രോട്ടീൻസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ ഈ ഒരു ഏരിയ പഠിക്കുന്നതിനോടൊപ്പം റൈബോസോം എന്നുള്ള ഒരു ഏരിയ പഠിക്കുന്നതിനോടൊപ്പം തന്നെ റൈബോസോമിന്റെ സബ് യൂണിറ്റ്സ് പ്രോക്യാരിയോട്സിലെയും യൂക്യാരിയോട്സിലെയും സബ് യൂണിറ്റ്സിലെ കമ്പോണൻസ് കൂടി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായി ടോസ് അക്കാഡമിയെ പരിചയപ്പെടുത്താം. ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് ആവശ്യമായ കോച്ചിങ്സ് ആണ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ HSA, HSST മറ്റ് PSC എക്സാംസിനൊക്കെയുള്ള കോച്ചിങ്സും അവൈലബിൾ ആണ്. ടോസ് അക്കാഡമിയിൽ HSA, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മാത്സ്, ജനറൽ പേപ്പർ അടുത്ത എക്സാമിനായിട്ടുള്ള സമ്മർ ബാച്ചുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഡീറ്റെയിൽസ് അറിയുന്നതിനായി ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ഹൈ ഓർഡർ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മൊഡ്യൂൾ 2-ലെ ഫിസിയോളജി ബേസ്ഡ് ആയിട്ട്, ഫിസിയോളജിയിലെ ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടാണ്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വൈറ്റമിൻ ബേസ്ഡ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വൈറ്റമിൻസിന്റെ സയന്റിഫിക് നെയിം, ശാസ്ത്രീയ നാമമാണ് തന്നിരിക്കുന്നത്. അവയുണ്ടാക്കുന്ന ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്. അപ്പോൾ നമ്മൾ ഓരോ വൈറ്റമിൻസും പഠിക്കുന്നതിനോടൊപ്പം അവയുടെ സയന്റിഫിക് നെയിം, അവയുണ്ടാക്കുന്ന ഡെഫിഷ്യൻസി ഡിസോർഡർ. ഇപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇതൊരു 4 ക്വസ്റ്റ്യൻ ഉള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ തയാമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്, നിയാസിൻ എന്നറിയപ്പെടുന്നത് ഏത്, ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്നത് ഏത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ തയാമിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഡിസീസ് ഏതാണ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ എന്നുള്ളത് 8-ലധികം ക്വസ്റ്റ്യൻസിനുള്ള ഒരു പോസിബിലിറ്റി ആണ്. സോ നമുക്ക് ഓരോ വൈറ്റമിൻസിനെ പറ്റിയിട്ടും മനസ്സിലാക്കാം. വൈറ്റമിൻസ് മീൻസ് ജീവകങ്ങൾ. ജീവകങ്ങൾ കണ്ടെത്തിയത് FG ഹോപ്കിൻസ് ആണ്. ജീവകങ്ങൾ എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് കാസിമർ ഫങ്ക് ആണ്. നമുക്ക് വൈറ്റമിൻസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. വാട്ടർ സോലുബിൾ ആൻഡ് ഫാറ്റ് സോലുബിൾ. വാട്ടർ സോലുബിൾ ആയിട്ടുള്ളത് അഥവാ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് വൈറ്റമിൻ ബി ആൻഡ് വൈറ്റമിൻ സി. വൈറ്റമിൻ ബി ആൻഡ് സി വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ അഥവാ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്. ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഇവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ഓക്കെ, നമ്മൾ പഠിക്കേണ്ട ഏരിയ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ജീവകങ്ങൾ, അവയുടെ ശാസ്ത്രനാമം, അവയുടെ അപര്യാപ്തത രോഗങ്ങൾ, ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്. എ റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത്. ജീവകം എ റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത്. നിശാന്തത സിറോഫ്താൽമിയ. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം എ. അപ്പോൾ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ. ദെൻ ജീവകം B1 തയാമിൻ എന്നറിയപ്പെടുന്നു. തയാമിൻ ബെറിബെറിയാണ് ഡെഫിഷ്യൻസി ഡിസോർഡർ. ദെൻ B2 റൈബോഫ്ലാവിൻ ത്വക്ക് വിണ്ടുകീറുന്നതിന് കാരണമാകുന്നു. ജീവകം B3 നിയാസിൻ പെല്ലഗ്രയ്ക്ക് കാരണമാകുന്നു. ജീവകം B5 പാത്തോതെരിക് ആസിഡ്. ജീവകം B6 പെരിഡോക്സിൻ അനീമിയയ്ക്ക് കാരണമാകുന്നു. ജീവകം B7 ബയോട്ടിൻ എന്നാണ് ശാസ്ത്രീയ നാമം വരുന്നത്. അതിന്റെ അപര്യാപ്തത നാഡീയ തകരാറുകൾക്ക് കാരണമാകുന്നു. ദെൻ ജീവകം B9 ഫോളിക് ആസിഡ് അനീമിയ ജനന വൈകല്യങ്ങൾക്ക് കാരണമാകുന്നു. ഇതിന്റെ ഡെഫിഷ്യൻസി. ജീവകം B12 കൊബാലമിൻ പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണമാകുന്നു. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ പഠിച്ചു തന്നെ പോവുക. ഓരോ ജീവകങ്ങളും അവയുടെ ശാസ്ത്രനാമവും
അവയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളും. നമുക്ക് തുടരാം. ജീവകം സി അറിയപ്പെടുന്ന ശാസ്ത്രനാമം അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. അപര്യാപ്തത രോഗമാണ് സ്കർവി, മോണയിലെ വീക്കം എന്നിവയൊക്കെ ജീവകം സിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്ന രോഗമാണ്. അസ്കോർബിക് ആസിഡ്, ജീവകം സി. നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ കാണപ്പെടുന്നതാണ് ജീവകം സി. അതുപോലെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ഓരോന്നും സംബന്ധിക്കുന്ന ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ജീവകം ഡി കാൽസിഫെറോൾ എന്നാണ് അറിയപ്പെടുന്നത്. റിക്കറ്റ്സ്, അപര്യാപ്തത റിക്കറ്റ്സിലേക്ക് ലീഡ് ചെയ്യുന്നു. ദെൻ ജീവകം ഇ ടോക്കോഫിറോൾ എന്നാണ് അറിയപ്പെടുന്നത്. അപര്യാപ്തത വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. ദെൻ ജീവകം കെ ഫൈലോക്വിനോൺ, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ. അപ്പം രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ജീവകമാണ് ജീവകം കെ. ജീവകം കെയുടെ അപര്യാപ്തത രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇത്തരത്തിൽ നമ്മൾ ഓരോ വൈറ്റമിൻസിനെയും പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാം. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കോളം 1 കോളം 2മായി യോജിപ്പിച്ച് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരി ഉത്തരം എഴുതുക. അപ്പോൾ ഇതോടൊപ്പം തന്നെ ചില ക്വസ്റ്റ്യൻസ് കൂടി പ്രതീക്ഷിക്കാം. തയാമിൻ. തയാമിൻ ഏതാണ് വൈറ്റമിൻ? വൈറ്റമിൻ B1 ആണ് തയാമിൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ് ബെറിബെറി. വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ് ബെറിബെറി. അപ്പോൾ A3 ആവാനാണ് സാധ്യത വരുന്നത്. A3 ആണ് വരുന്നത്. ദെൻ നിയാസിൻ. നിയാസിൻ ജീവകം B3 ആണ്. നിയാസിൻ വൈറ്റമിൻ B3 ആണ്. നിയാസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ബി വരുന്നത് 4 ആണ്. ബി വരുന്നത് 4 ആണ്. നിയാസിൻ ഡെഫിഷ്യൻസി ലീഡ്സ് ടു പെല്ലഗ്ര. ദെൻ ടോക്കോഫിറോൾ. ടോക്കോഫിറോൾ ഏതാണ്? ടോക്കോഫിറോൾ എന്നുള്ളത് ജീവകം ഇ ആണ്. ജീവകം ഇ. ജീവകം ഇ വന്ധ്യതയുമായിട്ട് റിലേറ്റഡ് ആണ്. ജീവകം ഇ ഡെഫിഷ്യൻസി വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. C2 ആണ് വരുന്നത്. ദെൻ അസ്കോർബിക് ആസിഡ് ഒരു ഡൗട്ടും വേണ്ട, വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കർവിയിലേക്ക് ലീഡ് ചെയ്യുന്നു. 1 ആണ് വരുന്നത്. സോ നമ്മുടെ ഈ ഒരു ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ A3, B4, C2, D1. അപ്പോൾ നമ്മുടെ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. താങ്ക് യു ഓൾ. HSI എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു.